പാലിയേക്കരയിൽ ഒടുവിൽ ഹൈക്കോടതി ഇടപെടൽ. 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞിരിക്കുകയാണ്. 4 ആഴ്ചയ്ക്കുള്ളിൽ ദേശീയപാത അതോറിറ്റി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളതെന്നും അവിടെ സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണെന്നും ദേശീയപാത അതോറിറ്റി വാദിച്ചു. എന്നാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. തുടർന്നാണ് 1 മാസത്തേക്ക് ടോൾ പിരിവ് ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. മതിയായ സുരക്ഷ ഒരുക്കാതെയും സൗകര്യങ്ങൾ ഒരുക്കാതെയും കോടികളാണ് പാലിയേക്കരയിൽ കരാർ കമ്പനി കൊയ്യുന്നത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പ്രധാന ടോൾ പിരിവ് കേന്ദ്രത്തിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 10,000-കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം ഇതുവഴി കടന്നുപോകുന്നത്. ഇതുവരെ പുറത്തുവന്ന കണക്ക് പ്രകാരം കരാർ പ്രകാരമുള്ള സുരക്ഷയൊരുക്കാതെ പാലിയേക്കരയിൽ പിരിച്ചെടുത്തത് 1521 കോടിയാണ്. 2025 ഫെബ്രുവരിയിലെ കണക്കാണ് ഇത്. ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ 13 വർഷത്തെ കണക്കാണ് പുറത്തുവന്നിരിക്കുന്നത്. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലാക്ക് സ്പോട്ടുകളിൽ 5 പരിഹാര നടപടികൾ കമ്പനി ചെയ്തു തുടങ്ങിയെങ്കിലും നടത്തറ, മരത്താക്കര, പോട്ട, ആശ്രമം ജംഗ്ഷൻ, പുതുക്കാട്, കൊടകര, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കമ്പനി തന്നെ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. 30 തീവ്ര അപകട സാധ്യതാ കവലകളിലും അപകട സാധ്യതയുള്ള 20 ജംഗ്ഷനുകളിലും ഇതുതന്നെയാണ് സ്ഥിതി. കരാർ പ്രകാരമുള്ള പണികളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കാതെ കമ്പനി ഇപ്പോഴും ടോൾ പിരിവ് തുടരുകയാണ്. പ്രതിദിനം 42,000 വാഹനങ്ങൾ ടോൾ നൽകി കടന്നുപോകുന്നുണ്ടെങ്കിലും 52 ലക്ഷം രൂപ പിരിച്ചെടുക്കുന്നുണ്ടെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. 2022 നവംബറിൽ നടന്ന സുരക്ഷാ ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ 11 ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ 50 കവലകളിൽ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, യു ടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങിയവയാണ് പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കരാർ ലംഘനത്തിന്റെ പേരിൽ 2243.53 കോടി രൂപ കരാർ കമ്പനി പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട ആർബിട്രേഷൻ ട്രിബ്യൂണലിൽ നിലവിലുള്ള കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായത് കമ്പനിയെ പുറത്താക്കാൻ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തിയതാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. കരാർ കാലാവധി തീരാൻ 3 വർഷം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്.